IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ തകർപ്പൻ വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. ഈ മത്സരത്തിനിടെ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ റണ്ണൌട്ടായതും അമ്പയർമാരോട് കയർത്ത് സംസാരിച്ചതും പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ സൺറൈസേഴ്സിനെ ഗുജറാത്ത് 38 റൺസിനാണ് തോൽപ്പിച്ചത്. 10 മത്സരങ്ങളിൽ നിന്ന് 7 വിജയം നേടിയ ഗുജറാത്ത് ഇതോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്തി. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ സൺറൈസേഴ്സിന്റെ ചേസിംഗ് 20 ഓവറിൽ 6-ന് 186 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. 10 മത്സരങ്ങളിൽ നിന്ന് സൺറൈസേഴ്സിന്റെ 7ാമത്തെ തോൽവിയാണിത്. പ്ലേ ഓഫ് മോഹം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെങ്കിലും ഹൈദരാബാദിന്റെ സാധ്യതകൾ വിദൂരത്താണ്. ഇനിയുള്ള 4 മത്സരങ്ങൾ വിജയിച്ചാലും മറ്റ് മത്സരങ്ങളുടെയും ഫലത്തെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഭാവി. മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നീ ടീമുകൾ ഇതിനകം തന്നെ 14 പോയിന്റ് നേടിക്കഴിഞ്ഞു. ശേഷിക്കുന്ന മത്സരങ്ങളിൽ ജയിച്ചാൽ SRHനും 14 പോയിന്റ് ആകും. എന്നാൽ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ മറ്റ് ടീമുകളെക്കാൾ നെറ്റ് റൺ റേറ്റ് നേടണം. അതോടൊപ്പം മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കുകയും വേണം. ഇങ്ങനെ സംഭവിച്ചാൽ ചെറിയൊരു സാധ്യത ഹൈദരാബാദിന് നിലനിൽക്കുന്നുണ്ട്. 38 പന്തിൽ 76 റൺസുമായി ശുഭ്മാൻ ഗില്ലും 37 പന്തിൽ 64 റൺസുമായി ജോസ് ബട്ട്ലറുമാണ് ഗുജറാത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഗില്ലിന്റെ സഹ ഓപ്പണറായിരുന്ന സായ് സുദർശൻ വെടിക്കെട്ട് തുടക്കവും ടീമിന് നൽകി. 23 പന്തിൽ 48 റൺസാണ് സായ് സുദർശൻ നേടിയത്. ടോപ്പ് ഓർഡറിലെ 3 ബാറ്റർമാരും തിളങ്ങിയതോടെ GT കൂറ്റൻ സ്കോറിലെത്തുകയായിരുന്നു. ബട്ട്ലറുമായുള്ള ആശയക്കുഴപ്പത്തിൽ റണ്ണൌട്ട് ആയതോടെ 5ാം IPL സെഞ്ചുറിക്കുള്ള അവസരമാണ് വീണ്ടും ഗില്ലിന് നഷ്ടമായത്. 3ാം അമ്പയർ മൈക്കൽ ഗ്ലോ ദീർഘനേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ഔട്ട് വിധിച്ചത്. പക്ഷേ തീരുമാനത്തിൽ ഗിൽ തൃപ്തനായിരുന്നില്ല. ഇതോടെ താരം അമ്പയർമാരോട് ആക്രോശിച്ച് സംസാരിക്കുകയായിരുന്നു. ഗിൽ ദേഷ്യപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഒടുവിൽ ഗുജറാത്ത് കോച്ചിംഗ് സ്റ്റാഫ് ഗില്ലിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സൺറൈസേഴ്സ് വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസൻ പന്ത് തട്ടുന്നതിന് പകരം തന്റെ ഗ്ലൗസുകൾ ഉപയോഗിച്ച് സ്റ്റമ്പുകൾ തട്ടിയതായി കണ്ടതോടെ ആരാധകരും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സിനായി ഓപ്പണർ അഭിഷേക് ശർമ്മ 41 പന്തിൽ 74 റൺസ് നേടി. എന്നാൽ ടീമിനെ വിജയിപ്പിക്കാൻ ഈ ഒറ്റയാൻ പ്രകടനം മതിയായിരുന്നില്ല. 18 പന്തിൽ 23 റൺസ് എടുത്ത ക്ലാസൻ, 10 പന്തിൽ 21 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡി, 10 പന്തിൽ 19 റൺസ് എടുത്ത പാറ്റ് കമിൻസ്, 16 പന്തിൽ 20 റൺസ് എടുത്ത ട്രാവിസ് ഹെഡ് എന്നിവരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മറ്റു സ്കോറർമാർ. ഗുജറാത്തിന് വേണ്ടി 4 ഓവറിൽ 19 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടിയ പ്രസീദ് കൃഷ്ണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. മത്സരത്തിൽ 42 റൺസ് നേടിയ സായ് സുദർശൻ സൂര്യകുമാർ യാദവിനെ മറികടന്ന് റൺവേട്ടയിൽ 1ാം സ്ഥാനത്തെത്തി. 504 റൺസാണ് സായ് സുദർശൻ ഇതുവരെ നേടിയിട്ടുള്ളത്. സൂര്യകുമാർ യാദവ് 475 റൺസുമായി 2ാം സ്ഥാനത്താണ്. 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ഗുജറാത്ത് താരങ്ങളായ ജോസ് ബട്ട്ലറും ശുഭ്മാൻ ഗില്ലുമാണുള്ളത്. 10 മത്സരങ്ങളിൽ നിന്ന് ബട്ട്ലർ 470 റൺസും ഗിൽ 465 റൺസും നേടിയിട്ടുണ്ട്. സീസണിൽ 5 അർദ്ധ സെഞ്ചുറികൾ നേടിയാണ് ഗിൽ ഇത്രയും റൺസ് അടിച്ചുകൂട്ടിയത്. അവസാന 3 മത്സരങ്ങളിലും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ഗിൽ നേടിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 55 പന്തിൽ 90 റൺസ് എടുത്ത ഗിൽ വൈഭവ് അറോറയ്ക്ക് വിക്കറ്റ് സമ്മാനിക്കുകയായിരുന്നു. ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഗില്ലായിരുന്നു. രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ 50 പന്തിൽ 84 റൺസ് എടുത്ത് താരം പുറത്തായി. 2 മത്സരങ്ങളിൽ സെഞ്ചുറിക്ക് അടുത്തെത്തിയ ശേഷം പുറത്തായ ഗിൽ സൺറൈസേഴ്സിനെതിരെയും മികച്ച പ്രകടനം പുറത്തെടുത്തു. 76 റൺസ് എടുത്ത് നിൽക്കെ വിവാദപരമായി റണ്ണൌട്ട് ആയത് താരത്തെ കലിപ്പിലാക്കുകയായിരുന്നു.